ഹായ്. ഇന്ന് രാവിലെ തന്നെ ധോനി ബേബി ഇതാട്ടോ എണീറ്റ് വന്നിരിക്കുകയാണ്, ഉമ്മർത്ത് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് എല്ലാവരോടും ഹായ് പറയുന്നിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ 5 മണിക്ക് എണീറ്റിട്ട് രാജേട്ടൻ്റെ ഏട്ടനും പിന്നെ മൂത്ത അമ്മായിയില്ലേ, അമ്മായിയുടെ മകളും കൂടിയിട്ട് അവരിന്ന് തിരുവല്ലാമലയ്ക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് അച്ഛൻ്റെ ആണ്ട് തികയാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ ഇതാ കുട്ടിക്ക് കോറയൊക്കെ കുറുക്കൊക്കെ ഉണ്ടാക്കി അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തു. അവളെ കിടത്തി ഉറക്കി കുളിപ്പിച്ചിട്ട് കേട്ടോ കഴിക്കാനൊക്കെ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പരിപാടികൾ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു, അലക്കിയൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ അമ്മായിയാണെന്ന് കുളിച്ചിട്ട് അവർക്ക് എല്ലാവർക്കുള്ള ഉച്ചയ്ക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയത് കേട്ടോ. ഇന്ന് ഈ ഇടിച്ചക്കത്തോരനും സാമ്പാറും പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ പിന്നെ ഉച്ചയ്ക്ക് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ വൈകിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കണം. അപ്പോൾ ഉണ്ണിയപ്പത്തിനുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. ചോറുണ്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ മാവൊക്കെ റെഡിയാക്കി വെച്ചത്. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും വിളക്കത്ത് വെക്കാനാകുമ്പോഴത്തേനും എല്ലാം റെഡിയാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ വൈകിട്ട് പിന്നെ അമ്മായിയുടെ മകള് അവർ അങ്ങനെ ബലിയിടലൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇവിടേക്കാണ് പോയത്, അവരുടെ വീട്ടിൽ പോയി കേട്ടോ. ഇനി അവർക്ക് പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരത്തിന് വന്നാൽ മതി, ഏട്ടന് വെട്ടാണ് അവരുടെ. അപ്പം ഇനി അവർ വൈകുന്നേരത്തിന് വരും. അപ്പം മാവൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. പിന്നെ ദോശ ചേച്ചി തന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇവിടെ കുട്ടീനെ വെച്ചിട്ട് എല്ലാം കൂടി ഉണ്ടാക്കലൊക്കെ ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഏട്ടൻ കുറച്ച് പൊറാട്ടയും പിന്നെ പൂജയ്ക്കല്ല, അത് പൂജ നമുക്ക് പുറത്തുനിന്ന് ആളെ ഏട്ടൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനും നമുക്ക് വീട്ടിലുള്ളവർക്ക് പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിക്കാമല്ലോ, വിളക്കത്ത് വയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് പൊറാട്ടയും ചപ്പാത്തിയൊക്കെ ഏട്ടൻ പുറത്തുനിന്ന് മേടിക്കാൻ പറഞ്ഞു. പിന്നെ ചോറും കറികളും ചിക്കനും ഒക്കെ വൈകിട്ട് വീട്ടിൽ തന്നെ വെച്ചു കേട്ടോ. അങ്ങനെ ഇതാ ഏട്ടൻ ഭക്ഷണമൊക്കെ കഴിച്ചു, ഉച്ചയ്ക്ക് വന്നിട്ട് എല്ലാവരും കഴിച്ചു. അപ്പോൾ അച്ഛൻ്റെ 10 വർഷം തികയാണ് കേട്ടോ അച്ഛൻ മരിച്ചിട്ട്, രാജേഷ് ഏട്ടൻ്റെ അച്ഛൻ മരിച്ചിട്ട്. അപ്പോൾ ഇതുവരെ ഒന്നും മുടങ്ങിയിട്ടേ ഇല്ല കേട്ടോ വിളക്കത്ത് വെക്കലും അപ്പോൾ എല്ലാം കൊടുക്കലൊക്കെ. അപ്പോൾ അങ്ങനെ ഇതാ വൈകിട്ട് സന്ധ്യയായി. ഇനി രാജേട്ടൻ കുളിച്ചിട്ട് വരും. എല്ലാവരും കുളിച്ചതിന് ശേഷം ഇതാ വിളക്ക് കത്തിക്കാനുള്ള എല്ലാ പൂജാ സാധനങ്ങളൊക്കെ റെഡിയാക്കുകയാണ് വലിയേട്ടനും ചെറിയ അമ്മായി കുട്ടിയൊക്കെ. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഇതാ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ.